അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ടുള്ള ജീവിതം, അള്ളാഹുവിന്റെ ദീന് പഠിക്കുന്ന മുതഅല്ലിമീങ്ങളോട് വല്ലാത്ത സ്നേഹം, ദീന് പ്രചരിപ്പിക്കുന്ന ആലിമീങ്ങളോട് സ്നേഹം, നബി കുടുംബമായ തങ്ങന്മാരോട് സ്നേഹം, ആദരവ്, പ്രായമുള്ളവരെ ബഹുമാനിക്കാൻ നബിതങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രായമുള്ളവരോട് ബഹുമാനം, കുട്ടികളോട് കാരുണ്യം കാണിക്കാൻ നബിതങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് കുട്ടികളോട് കാരുണ്യം, മാതാപിതാക്കളെ നന്നായി പരിഗണിക്കണം, അവരോട് ഒരക്ഷരം പോലും അവരുടെ മനസ്സിന് പ്രയാസം ഉണ്ടാക്കുന്നത് പറയാൻ പാടില്ല എന്ന് ഖുർആൻ. വലാ തൻഹർഹുമാ, അവരെ ഗൗരവത്തോടെ ഉമ്മവാപ്പമാരോട് സംസാരിക്കാൻ പാടില്ല. അങ്ങനെ മാതാപിതാക്കൾക്ക് വലിയ പരിഗണന. മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അവരോട് സാധാരണ മറ്റുള്ളവരോട് പറയും പോലെ പറയാൻ പാടില്ല. എന്നെ കൊണ്ടാവില്ല, ഉമ്മാനോട് ഉപ്പാനോട് ഉപ്പാപ്പാനോട് ഉമ്മാനോട് അങ്ങനെ പറയാൻ പറ്റില്ല. എന്നെ കൊണ്ടാവില്ല എന്ന് പറയാൻ പാടില്ല. ആവൂലെങ്കിലും പറയാൻ പാടില്ല. എന്ത് പറയും, ആവൂലാത്ത എന്താ പറയാ, ആവൂലാന്നല്ല അങ്ങനെയല്ല പറയണ്ടേ, എന്നെ കൊണ്ടാവില്ല എന്നല്ല പറയണ്ട. ഞാൻ നോക്കട്ടെ, സാധിച്ചെങ്കിൽ ഞാൻ നോക്കാം, ഇല്ലെങ്കിലും ഒന്നും വിചാരിക്കരുതേ, അങ്ങനെ പറയാവൂ. അല്ല എന്നെ കൊണ്ടാവില്ല എന്ന് ഉമ്മാനോട് പറയാൻ പാടില്ല, എന്നെ കൊണ്ടാവില്ല എന്ന് പാപ്പാനോട് പറയാൻ പാടില്ല. അങ്ങനെ പറയുന്നത് വലിയ അതപകടമാണ്. വളരെ വിനയാന്യതരായി മാന്യത പുലർത്തി സംസാരിക്കണം. കാരുണ്യത്തിന്റെ ചിറക് വിരിച്ചു കൊടുക്കണമെന്നായിരുന്നു. ഉമ്മാക്ക് ചുമര് കാണിച്ചു കൊടുക്കണം. ഉമ്മാക്ക് വേണം എന്റെ പുറത്ത് കയറിക്കോളി, ആ രൂപത്തിലുള്ള സ്വഭാവമായിരിക്കണം നമുക്ക്. പുറത്ത് ഉമ്മാനെ കാറ്റുമ്പോ ശ്രദ്ധിക്കണം. രോഗമുള്ളവരൊന്നും കെട്ടിയിട്ട് പിന്നെ ഉരുണ്ട് പോകാൻ പാടില്ല. അത് മറ്റൊന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, അത്രയും എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ സാരം. ആ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാം. ഇതൊക്കെ അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ചതല്ലേ. അല്ലാഹു പഠിപ്പിച്ചതൊക്കെ ജീവിതത്തിൽ പകർത്തി. ഒരിക്കലും മകൾക്കൊരു കല്യാണം അന്വേഷിക്കാൻ നല്ല പൈസക്കാരനാ, കുറച്ച് വാട്ടീസടിക്കും, കുറച്ച് വെള്ളടിക്കും, അങ്ങനെ വെള്ളം കുടിക്കുമെന്നല്ല, പിന്നെ ലഹരി ഉപയോഗിക്കും. എത്ര വലിയ കോടീശ്വരനാണെങ്കിൽ എനിക്കോളം വേണ്ട, നല്ല പണക്കാരനാണ്, ആളുടെ ബാങ്ക് അംഗീകാരം കണ്ടാലും നല്ല ചൊങ്കനാണ്, പക്ഷെ ആള് ജമാഅത്ത് ഇസ്ലാമിയാണ്, അല്ലേ മുജാഹിദാണ്. എന്റെ മകൾക്ക് അത് വേണ്ട. പിന്നെ അതിലൊരു കുട്ടി ജനിച്ചിട്ട് ഉപ്പാപ്പ മുശ്രിക്കാണ്, മങ്കൂസ് പോലും തോന്നിയ ഉപ്പാപ്പ മുശ്രിക്കാണ് എന്ന് പറയാനല്ലേ, അല്ലെങ്കിൽ ഉപ്പാപ്പാന്റെ കബറിങ്ങ പോയാൽ തെറ്റാണെന്ന് പറയാനല്ലേ. അങ്ങനത്തെ ഒരു കുട്ടി എനിക്ക് ജനിക്കണ്ട, എന്റെ മോക്കും ജനിക്കണ്ട, മോനിക്കും ജനിക്കണ്ട. ഇത് ഈമാനാണ്. ഈമാൻ, ശരിയായ ഈമാൻ. ആ ഈമാനുള്ളവർ അവരെയാണ് നബിതങ്ങളെ പിന്തുടർന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ എന്തെല്ലാം പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ നബിയെ തങ്ങൾ പറയൂ, എന്നെ പിന്തുടർന്നാൽ യുഹിബ്ബുക്കുമുല്ലാഹ്, അല്ലാഹ് നിങ്ങളെ സ്നേഹിക്കും. അപ്പൊ അള്ളാഹു നമ്മളെ ഇങ്ങോട്ട് സ്നേഹിച്ച് കിട്ടണം, അവിടെയാണ് വിജയം.